ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വില്ലയാണ്. മാനേജർ ഹരീഷ് വിശാലിനോടും പാർവതിയോടും തീരുമാനം മാറ്റാനായി പറയുകയാണ്. എന്നാൽ അങ്ങനെയൊന്ന് ഇനി ഉണ്ടാകില്ലെന്നും പാർവതി എടുത്ത തീരുമാനം അത് ഉറച്ച തീരുമാനം തന്നെയാണെന്നും വിശാൽ പറയുന്നു. തുടർന്ന് പാറു അങ്ങോട്ടേക്ക് വരുമ്പോൾ വിശാലും പാറുവും കൂടി ഗോപിയോട് യാത്ര പറയുകയാണ്. ഇത് കേൾക്കുന്ന ഗോപിക്ക് വല്ലാതെ സങ്കടമാകുന്നു. ഗോപി വിശാലിനെ കെട്ടിപ്പിടിച്ച് എങ്ങോട്ടേക്കാ പോകുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ലെന്നാണ് വിശാല് പറയുന്നത്. തുടർന്ന് ഗാർഗി പാർവിനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. എന്തിനാ പാർവതി നീ ഇപ്പോൾ ഈ തീരുമാനമെടുത്തത്? നീ പോയാൽ എനിക്ക് കൂട്ടായിട്ട് ഇവിടെ ആരാ ഉള്ളത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കരയുകയാണ് ഗാർഗി. ഗാർഗി, നീ സങ്കടപ്പെടാതെ, നിനക്ക് എന്താവശ്യം വന്നാലും ഒരു വിളിപ്പാടകലെ ഞാനുണ്ടാകുമെന്ന് പാറു പറയുന്നു. തുടർന്ന് പാറു ചെന്ന് പല്ലവിയോട് യാത്ര പറയുകയാണ്. തുടർന്ന് വിപിനോട് യാത്ര പറയാൻ പാറു ചെല്ലുമ്പോൾ എനിക്കൊന്നും കേൾക്കണ്ടെന്ന് വിപിൻ പറയുന്നു. അതേസമയം വിശാൽ അടുത്തേക്ക് ചെല്ലുമ്പോൾ വിശാലിനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് വിപിൻ. എന്നാലും ഞങ്ങളെല്ലാവരെയും ഉപേക്ഷിച്ച് പോകുമ്പോഴാണ് നിങ്ങൾക്ക് സമാധാനം കിട്ടുന്നതെങ്കിൽ നിങ്ങൾ പോയിക്കോ. ജീവിതത്തിൽ ഒരിക്കലും എവിടെയും തോറ്റു പോകരുത്. എൻ്റെ ജീവിതത്തിലെ ദൈവം നിങ്ങൾ തന്നെയായിരിക്കും എപ്പോഴും. തുടർന്ന് പ്രഭാവതി തൻ്റെ കള്ളക്കണ്ണുനീർ നാടകവുമായി ഇറങ്ങിയിരിക്കുകയാണ്. വിശാലിനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് പ്രഭാവതി. തുടർന്ന് വിശാൽ ചെന്ന് സുശീലയോട് യാത്ര പറയുമ്പോൾ സുശീലയും വിശാലിനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. എന്തു പറയണമെന്ന് എനിക്കറിയില്ല മോനെ എന്ന് പറഞ്ഞ് സുശീല കരയുമ്പോൾ വിശാല് സുശീലയെ സമാധാനിപ്പിക്കുന്നു. അങ്ങനെ വിശാലും പാറുവും ഗായത്രിയുടെ ഫോട്ടോയും കൊണ്ട് അവിടെ നിന്ന് പടിയിറങ്ങുകയാണ്. ആ കാഴ്ച കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് പ്രഭാവതിയും വിനയും റിയയും. പിന്നീട് കാണിക്കുന്നത് മുറിയിലേക്ക് ചെല്ലുന്ന പ്രഭാവതി എൻ്റെ മകൻ എന്നെ ഉപേക്ഷിച്ചു പോയെന്ന് പറഞ്ഞ് കരയുന്നതാണ്. പ്രഭാവതിയുടെ ഈ അഭിനയമൊക്കെ കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് റിയയും വിനയും. തുടർന്ന് റിയയും വിനയും കൂടി അകത്തേക്ക് ചെല്ലുകയാണ്. അമ്മേ, എന്താ അമ്മേ അമ്മയ്ക്ക് പറ്റിയത്? അതിന് വിശാൽ ഇവിടുന്ന് ഇറങ്ങിപ്പോയതല്ലേ ഉള്ളൂ, അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ കരയുന്നത് എന്ന് വിനയ് ചോദിക്കുമ്പോൾ പ്രഭാവതി പറയുകയാണ്. എടാ, അവൻ എന്നെ ഇട്ടിട്ട് പോയത് എനിക്ക് സഹിക്കുന്നില്ല. അമ്മേ, സ്വത്തെല്ലാം അമ്മയുടെ കൈ വന്ന് ചേർന്നപ്പോൾ അമ്മയ്ക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? വിശാലിനെയും പാർവതിയും കൊല്ലാനായി പലവട്ടം ശ്രമിച്ച ആളാണ് ഇപ്പോൾ അവർ പോയപ്പോൾ നിന്ന് കരയുന്നതെന്ന് റിയയും പറയുന്നു. അമ്മേ, വിശാൽ ഈ വീട്ടിൽ നിന്നും പോയത് അമ്മയ്ക്ക് അത്രയ്ക്കും ഫീൽ ചെയ്തോ എന്ന് വിനയ് ചോദിക്കുമ്പോൾ പൊട്ടിച്ചിരിക്കുകയാണ് പ്രഭാവതി. പ്രഭാവതിയെ അടിയറവ് വെപ്പിക്കാൻ വന്നവളെ ഒരു കാശ് പോലുമില്ലാതെ ഇവിടുന്ന് അടിതെറ്റിപ്പോയത് നിങ്ങളൊക്കെ കണ്ടില്ലേ? പ്രഭാവതിയെ പരാജയപ്പെടുത്താൻ ആര് ശ്രമിച്ചാലും ഏത് വൃത്തികെട്ട മാർഗത്തിലൂടെയും അവരെ പ്രഭാവതി അടിതെറ്റിച്ചിരിക്കും. ഇനി ഇവിടെ എൻ്റെ ഭരണമാണ് ഈ പ്രഭാവതിയുടെ ഭരണമെന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയാണ് പ്രഭാവതി. പിന്നീട് കാണിക്കുന്നത് പല്ലവിയാണ്. പാറു എന്നേക്കുമായി ഗായത്രിയിൽ ഉപേക്ഷിച്ചു പോയതിൽ സന്തോഷത്തോടെ നിൽക്കുകയാണ് പല്ലവി. ഇനി എനിക്ക് എൻ്റെ ഇഷ്ടം പോലെ ഇവിടെ ജീവിക്കാം. എൻ്റെ ജീവിതം നിയന്ത്രിക്കാൻ ഇങ്ങോട്ടേക്കാരും വരില്ലല്ലോ. എന്തായാലും പ്രഭാവതി അമ്മ ആളുപൂലി തന്നെയാ. പറഞ്ഞ വാക്ക് പൊന്നായല്ലോ. സ്വത്തുക്കളൊന്നും വേണ്ടെന്ന് പറഞ്ഞു പോയ സ്ഥിതിക്ക് ഇനി സ്വത്തുക്കളെല്ലാം എൻ്റെ കുഞ്ഞിനുള്ളതാ. ഇനി എത്രയും വേഗം ഒരു കുഞ്ഞിനെ പ്രസവിക്കണം. അപ്പോൾ കുഞ്ഞിൻ്റെ സ്വത്തെല്ലാം എനിക്ക് വരും. പിന്നെ പല്ലവി കോടാനുകോടീശ്വരിയല്ലേ. ഇതൊക്കെ കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് വിപിൻ. കൊള്ളാം പല്ലവി, നിന്റെ മനസ്സിലിരിപ്പ് നന്നായിട്ടുണ്ട്. നിന്നെ ഉള്ളു തുറന്ന് സ്നേഹിച്ചതാ പാർവതിക്ക് പറ്റിയ തെറ്റ്. നീയെ നന്ദി കെട്ടവളാണ്. അവള് പോയതിലെ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പല്ലവി അകത്തേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് പുതിയൊരു തുടക്കത്തിലേക്ക് നടക്കുന്ന പാറുവിനെയും വിശാലിനെയുമാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.